+1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ തെർമോഡൈനാമിക് സിസ്റ്റം, സ്റ്റേറ്റ് വാരിയബിൾസ്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇവയെല്ലാം മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിലെ അതിപ്രധാനമായ തെർമോഡൈനാമിക് പ്രോസസ്സുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. So what is a thermodynamic process? It is any process in which a thermodynamic system changes its initial equilibrium state to a final equilibrium state. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നും വേറൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ പ്രക്രിയയാണ് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഇവിടെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നെടുത്ത് പറയുന്നതിന് കാരണം ഈ 2 സ്റ്റേറ്റുകൾക്കിടയിൽ ഒന്നോ അതിലധികമോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ ഉണ്ടാകാം എന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ചൂടുള്ള ചായ ആറിത്തണുക്കുന്നത്, ജലാശയങ്ങളിലെ വെള്ളം ചൂടുപിടിക്കുന്നത്, മഞ്ഞുരുകുന്നത് തുടങ്ങി നിരവധി തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം മോട്ടോർ വാഹനങ്ങളിലെ എൻജിൻ, റെഫ്രിജറേറ്റർ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് ആസൂത്രിതമായി നടത്തുന്ന ചില തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ്. തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നടക്കുന്ന രീതി അനുസരിച്ച് അവയെ 2ആയി തിരിക്കാം. 1 ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്, 2 നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. സോ എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് is an infinitely slow process in which the system changes its variables so slowly such that it remains in thermodynamic equilibrium with its surroundings throughout. By this infinite slow variation, the system is always almost close to equilibrium state. ഇവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒരു സിസ്റ്റം ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്നതിനിടയിൽ ഉള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളും ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കണം. 2 ഇങ്ങനെ നടക്കണമെങ്കിൽ ഈ പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി സ്ലോ ആയിരിക്കണം. ഈ 2 കാര്യങ്ങളും ശരിയായാൽ ഓരോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് വാരിയബിൾസും അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് വാരിയബിൾസിൽ നിന്ന് വളരെ കുറച്ചു മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ തെർമോഡൈനാമിക് സിസ്റ്റം ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇക്വിലിബ്രിയത്തിലായിരിക്കും തുടക്കം മുതൽ ഒടുക്കം വരെ. ക്വാസി എന്ന പദത്തിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് എന്നാണ്. സ്റ്റാറ്റിക് റിലേറ്റഡ് ടു സ്റ്റേഷനറി. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആയി സിസ്റ്റം തുടരുന്ന തരം തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത്തരം പ്രോസസ്സുകളാണ് നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകൾ. ഈ 2 പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഇനി പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ mu moles of gas is taken in a cylinder. It is fitted with a movable piston. പിസ്റ്റണിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഈ പിസ്റ്റൺ ഇപ്പോൾ അപ്വേർഡ് ഡിറക്ഷനിലേക്കോ ഡൗൺവേർഡ് ഡിറക്ഷനിലേക്കോ മൂവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് സ്റ്റേഷനറി. അതായത് ഇപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക് സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റ് വാരിയബിൾസ് പി, വി ആൻഡ് ടി. ഇനി ആ വെയിറ്റ് ആ പിസ്റ്റണിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. പെട്ടെന്ന് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയും പിസ്റ്റൺ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്ത് സ്റ്റോപ്പറിൽ തട്ടി നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് വാരിയബിൾസ് മാറ്റം വന്നു. അങ്ങനെ ഇതൊരു ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് വാരിയബിൾസ് പി ഡാഷ്, വി ഡാഷ് ആൻഡ് ടി ഡാഷ് ആയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്. നമുക്ക് സ്റ്റേറ്റ് വാരിയബിൾസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിച്ചു. അവസാനം ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് സ്റ്റേറ്റ് വാരിയബിൾസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ സ്റ്റേറ്റ് വാരിയബിൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ട് നടന്ന ഈ പ്രോസസ്സിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ നോൺ ഇക്വിലിബ്രിയം ആയിരുന്നു. ഇത്തരം പ്രോസസ്സുകളാണ് നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതേസമയം ഇതേ സിസ്റ്റം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇതേ വെയിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ വെയിറ്റ് ക്രഷ് ചെയ്ത് ചെറിയ ഗ്രെയിൻസ് ആയിട്ട് പിസ്റ്റണിന് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഓരോ ഗ്രെയിനായി എടുത്തു മാറ്റുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾ പി, വി ആൻഡ് ടി ആണ്. ഇനി അതിൽ നിന്ന് ആദ്യത്തെ ഗ്രെയിൻ എടുത്തു മാറ്റുന്നു. സ്റ്റേറ്റ് വാരിയബിളിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അവസാനത്തെ ഗ്രെയിൻ എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ സിസ്റ്റം പി ഡാഷ്, വി ഡാഷ്, ടി ഡാഷ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഇതിനിടയിൽ സിസ്റ്റം കടന്നു പോയതെല്ലാം തന്നെ വെൽ ഡിഫൈൻഡ്
ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളിൽ കൂടിയാണ്. ഇത്തരം പ്രോസസ്സുകളെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ഇനീഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്നതിനിടയിൽ സിസ്റ്റം കടന്നു പോകുന്ന ഓരോ സ്റ്റേറ്റും ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇക്വിലിബ്രിയം. ഐഡിയൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് തികച്ചും ഹൈപ്പോതെറ്റിക്കലായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് മാത്രമാണ്. പ്രാക്ടിക്കലി വളരെ സ്ലോ ആയി നടക്കുന്ന പ്രോസസ്സുകൾ, അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ആക്സലറേറ്റഡ് മോഷൻ ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾ, അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വലുതല്ലാത്ത പ്രോസസ്സുകളെല്ലാം തന്നെ നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇനി തുടർന്ന് പല കണ്ടീഷൻസിൽ നടക്കുന്ന ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി ഐസോതെർമൽ പ്രോസസ്സാണ് പഠിക്കുന്നത്. ഐസോ മീൻസ് സെയിം, തെർമൽ റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. അപ്പോൾ ഈ തെർമോഡൈനമിക് പ്രോസസ്സ് നടക്കുമ്പോൾ അതിലെ സ്റ്റേറ്റ് വാരിയബിളായിട്ടുള്ള ടെമ്പറേച്ചർ ഓൾവേസ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണ്. ഇത്തരം പ്രോസസ്സുകളെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് മാറ്ററിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് എന്നുള്ളൊരു കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ സ്റ്റേറ്റ് ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ എത്ര ഹീറ്റ് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാകാറില്ല. സോളിഡ് ആണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൽ തുടരുന്നു, ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൽ തുടരുന്നു. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സിന് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഐസോതെർമൽ പ്രോസസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ mu moles of ideal gas is taken in a cylinder. It is fitted with a movable piston. ആ പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പതിയെ പ്രസ് ചെയ്യാണ്. എന്ത് സംഭവിക്കും? ഇറ്റ്സ് വോളിയം ഡിക്രീസസ്, പ്രഷർ ഇൻക്രീസസ്. ദ എക്സ്റ്റേണൽ വർക്ക് യൂസ്ഡ് ഫോർ ദി കംപ്രഷൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി സിസ്റ്റത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നമുക്കത് ഐസോതെർമൽ പ്രോസസ്സ് ആവില്ല. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് ആകണമെങ്കിൽ ഈ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജി സിസ്റ്റത്തിൽ നിന്നും പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോകണമെങ്കിൽ എന്തുണ്ടാവണം? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് വാൾ വെച്ചായിരിക്കണം, അല്ലെങ്കിൽ ഡയാതെർമിക് വാൾസ് വെച്ച് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്താലാണ് ഈ അഡീഷണൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് സിസ്റ്റത്തിൽ നിന്നും പുറത്തോട്ട് പോവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയുള്ളൂ. ഇനി ഡയാതെർമിക് വാൾ വെച്ച് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജിക്ക് സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സമയം അവിടെ കിട്ടാതെ വരും. കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അവിടെ ഐസോതെർമൽ പ്രോസസ്സ് ആവില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവില്ല. അപ്പോൾ ഒരു പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സ് ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് അവിടെ അത്യാവശ്യമാണ്. ഒന്ന്, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡയാതെർമിക് വാൾസ് വെച്ചായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സായിരിക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്തു. വർക്ക് ഈസ് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി ഓൺ ദ സിസ്റ്റം. അപ്പോൾ അവിടെ നടന്നത് വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ കംപ്രഷനാണ് നടന്നത്. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ അവിടെ നടന്നു. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്തത്. അപ്പോൾ എക്സ്റ്റേണൽ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അടുത്തതായി പിസ്റ്റൻ്റെ അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള മോഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിസ്റ്റം ഷുഡ് വർക്ക് ഓൺ ദി പിസ്റ്റൺ. നമ്മളെടുത്തിരിക്കുന്നത് തെർമോഡൈനമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസാണ്. ഗ്യാസ് പിസ്റ്റണിനെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ അവിടെ ഗ്യാസിന് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടണം. വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്, പക്ഷേ ഇതിന് വേണ്ട എനർജി കിട്ടണം. അപ്പോൾ ഗ്യാസ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. പക്ഷേ നമുക്കിതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരണം. അങ്ങനെ വരുമ്പോൾ പിസ്റ്റണിനെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള എനർജി സിസ്റ്റം പുറത്തു നിന്നും റിസീവ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം ഷുഡ് റിസീവ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ് ത്രൂ ദി ഡയാതെർമിക് വാൾ. ഇവിടെ നടന്നത് സിസ്റ്റം പുറത്തു നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഡ്യൂറിങ് എക്സ്പാൻഷൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്,
റിസീവിങ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ രണ്ട് രീതിയിൽ നടന്ന ഐസോതെർമൽ പ്രോസസ്സുകളാണ് നമ്മളിവിടെ കണ്ടത്. ആദ്യത്തെ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് വോളിയം ഡിക്രീസ് ചെയ്യിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐസോതെർമൽ കംപ്രഷൻ. ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി ഓൺ ദി സിസ്റ്റം. രണ്ടാമതായി കണ്ടത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്തു, അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം accepting heat energy from the surroundings. Equation for isothermal process of an ideal gas. നമ്മൾ എടുത്തിരിക്കുന്ന തെർമോഡൈനാമിക് സിസ്റ്റം മ്യൂ മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. പി വി ഈക്വൽ ടു മ്യൂ ആർ ടി, വെർ മ്യൂ ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. ഫോർ എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് മ്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഫോർ എൻ ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. സോ ഇക്വാലിറ്റി സിമ്പലിന് ഇപ്പുറത്തുള്ള മൂന്നും മ്യൂ ആർ ടി ആർ കോൺസ്റ്റൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ ഇക്വേഷൻ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബോയിൽസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇതാണ് ഒരു ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അടുത്തതായിട്ട് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് എ വോളിയം. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിനുള്ള സ്റ്റേറ്റ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് പി ഈക്വൽ ടു കെ ഇൻറ്റു 1/v. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അവരുടെ പവർ 1 ആണ്. പി എയും വി എയും ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസിൽ വോളിയവും വൈ ആക്സിസിൽ പ്രഷറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് ആർ റെപ്രസെൻറ്റഡ് ആസ് P1 ആൻഡ് V1. ഫൈനൽ സ്റ്റേറ്റ് വാരിയബിൾസ് ആർ റെപ്രസെൻറ്റഡ് ബൈ P2 ആൻഡ് V2. ഈ ഗ്രാഫിക്കൽ പ്ലോട്ടിൽ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. ഈ ആരോ മാർക്കാണ് ഡിറക്ഷൻ ഓഫ് പ്രോസസ്സ് കാണിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് ഏതാണ്, ഫൈനൽ സ്റ്റേറ്റ് വാരിയബിൾസ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ആരോ മാർക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് വാരിയബിൾ ആയിട്ടുള്ള വോളിയം V2 ഈസ് ഗ്രേറ്റർ ദാൻ V1. അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് പ്രോസസ് ഈസ് ആൻ എക്സ്പാൻഷൻ. അപ്പോൾ ഇതൊരു ഐസോതെർമൽ എക്സ്പാൻഷനുള്ള പി വി ഡയഗ്രാമാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സുകൾക്കുള്ള പി വി ഡയഗ്രത്തിന് ഐസോതേം അല്ലെങ്കിൽ ഐസോതെർമൽ എന്ന് പറയാറുണ്ട്. ഇനി അടുത്തതായിട്ട് രണ്ടാമതൊരു പി വി ഡയഗ്രാം അവിടെ കാണുന്നുണ്ട്. ഇവിടെയും പ്രഷർ ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്, വോളിയം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ്. ഇവിടെ ആരോ മാർക്ക് കാണുന്നത് താഴെയിൽ നിന്ന് മുകളിലേക്കാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് P1 V1, ഫൈനൽ സ്റ്റേറ്റ് വാരിയബിൾസ് ആർ P2 V2. ഇവിടെ V2 ഇസ് ലെസ് ദാൻ V1. അതായത് വോളിയം, ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയത്തിനേക്കാൾ ചെറുതാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ കംപ്രഷനുള്ള ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ്. അടുത്തതായിട്ട് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാം. ഫോർ എൻ ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തീർച്ചയായും 0 ആയിരിക്കും. ടെമ്പറേച്ചറും ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു CV ഇൻറ്റു ഡെൽറ്റ ടി. ഹിയർ ഡെൽറ്റ യു ഇസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, CV സ്മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ടി ഈക്വൽ ടു 0 ഫോർ എൻ ഐസോതെർമൽ പ്രോസസ്. സോ ഡെഫിനറ്റ്ലി ഡെൽറ്റ യു ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഫോർ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. അതായത് ഇൻറ്റേർണൽ എനർജിയും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, അല്ലേ? അങ്ങനെയെങ്കിൽ ടെമ്പറേച്ചറിൽ മാറ്റമില്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിക്കും മാറ്റം ഉണ്ടാകുന്നില്ല. ഇനി ഒരു ഐസോതെർമൽ പ്രോസസ്സിന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഡെൽറ്റ യു ഈക്വൽ ടു 0 ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യപ്പെട്ടു? ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഈസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് all the heat energy given to the system will convert to work. അപ്പോൾ നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത് എങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രോസസ് ടു ഡു വർക്ക്, ബിക്കോസ് ഹിയർ ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ചേഞ്ച് ഇൻ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം.
അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് എനർജി സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനും എക്സ്റ്റേണൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മ്യൂ മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് തെർമോഡൈനാമിക് സിസ്റ്റം. ഇനീഷ്യൽ സ്റ്റേറ്റ് വേരിയബിൾസ് ആർ P1, V1 and T. After the isothermal process, system reaches to P2, V2 and T. But for a small volume change dV, the small work to be done dW equal to PdV. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ for a total volume change from V1 to V2, the total work to be done W equal to integral V1 to V2 PdV. അതായത് ഈ എല്ലാ സ്മോൾ വർക്ക് ഡണ്ണിൻ്റെയും കണ്ടിന്യൂസ് സമ്മേഷനാണ് ടോട്ടൽ വർക്ക് ഡൺ ആയിട്ട് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ഇൻ്റഗ്രേഷൻ. ബട്ട് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV ഈക്വൽ ടു മ്യൂ RT. സോ P ഈക്വൽ ടു മ്യൂ RT ഡിവൈഡഡ് ബൈ V. ഇൻ്റഗ്രൻ്റ് dV ആയതുകൊണ്ട് P ഷുഡ് ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം. സോ W ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 ഇൻസ്റ്റെഡ് ഓഫ് P മ്യൂ RT ഡിവൈഡഡ് ബൈ V dV. മ്യൂ RT കോൺസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ സിമ്പലിൽ നിന്ന് വെളിയിലേക്ക് എഴുതിയിരിക്കുന്നു മ്യൂ RT ഇൻ്റഗ്രൽ V1 ടു V2 1 ബൈ V dV, വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ RT ലോഗ് V ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് V1 ടു V2. 1 ബൈ V ഇൻ്റഗ്രൽ 1 ബൈ V dVയുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ലോഗ് V. ഇവിടെ എല്ലാം എന്ന് എഴുതിയിരിക്കുന്നത് ലോഗരിതം ടു ദ ബേസ് E ആയതുകൊണ്ടാണ്. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാണ്. വേരിയബിൾസ് ഉള്ള സ്ഥലത്ത് ആദ്യം അപ്പർ ലിമിറ്റും പിന്നീട് ലോവർ ലിമിറ്റും ആണ് നമ്മൾ അപ്ലൈ കൊടുക്കുന്നത്. സോ അവർ ഇക്വേഷൻ ബിക്കംസ് മ്യൂ RT ലോഗ് V2 മൈനസ് ലോഗ് V1 വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ RT ലോഗ് V2 ഡിവൈഡഡ് ബൈ V1. ലോഗ് A മൈനസ് ലോഗ് B ഈക്വൽ ടു ലോഗ് A ബൈ B എന്ന് നമുക്കറിയാം. ദിസ് എ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഫൈനൽ ഇക്വേഷനായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ് W ഈക്വൽ ടു മ്യൂ RT ലോഗ് V2 ഡിവൈഡഡ് ബൈ V1. ഇനി ലോഗരിതം ടു ദ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2.303 എന്ന നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് W ഈക്വൽ ടു 2.303 മ്യൂ RT ലോഗ് ടു ദ ബേസ് 10 V2 ഡിവൈഡഡ് ബൈ V1 is the work done for an isothermal process. But in terms of volume, the work done during an isothermal process equal to 2.303 മ്യൂ RT log to the base 10 V2 divided by V1. ഇവിടെ if V2 greater than V1 greater than V1 എന്ന് പറയുമ്പോൾ ഫൈനൽ വോളിയം ഗ്രേറ്റർ ദാൻ ദി ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എക്സ്പാൻഷനാണ്. അപ്പോൾ ഡ്യൂറിങ് എക്സ്പാൻഷൻ നമ്മുടെ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ V2 ബൈ V1 V2 ആണ് വലുത്. അപ്പോൾ ഡെഫിനറ്റ്ലി W പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് എക്സ്പാൻഷൻ W ഈസ് പോസിറ്റീവ്. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഹിയർ ഗ്യാസ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പോൾ ഗ്യാസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് എക്സ്പാൻഷൻ. ഈ സമയത്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ തന്നെ ശ്രദ്ധിക്കുക. കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിലോ, ഇഫ് V2 ലെസ് ദാൻ V1 ദാറ്റ് ഈസ് ഡ്യൂറിങ് കംപ്രഷൻ W ഈസ് നെഗറ്റീവ്. കാരണം ലോഗ് V2 ബൈ V1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു. അടുത്തതായിട്ട് ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന് അടിയിലുള്ള ഏരിയയ്ക്ക് എന്തെങ്കിലും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. എക്സ്പാൻഷനാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? അതിൻ്റെ ഐസോതെർമൽ കർവിൽ വന്നിരിക്കുന്ന ആരോ മാർക്ക് നോക്കുക. ഇനീഷ്യൽ വാരിയബിൾസ് കൃത്യമായിട്ടും P1 V1 ആണെന്നും ഫൈനൽ വാരിയബിൾസ് P2 V2 ആണെന്നും നമുക്കതിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ V2 ഗ്രേറ്റർ ദാൻ V1 ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദി ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ V1ൽ നിന്ന് V2ലേക്കാണ് വോളിയം ചേഞ്ച് വന്നിരിക്കുന്നത്. V1നും V2നും ഇടയിലുള്ള ഈ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പല്ല ഉള്ളത് അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന ഷേപ്പിലേക്ക് മാറ്റുന്ന രീതിയിൽ ചെറിയ സ്ട്രിപ്സായിട്ട് ഈ ഏരിയനെ ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ V1നും V2നും ഇടയിലുള്ള ഈ ഏരിയ dV വിട്ടുള്ള സ്മോൾ
അപ്പോൾ ഇവിടെ ആ സ്ട്രിപ്പിൻ്റെ ഓരോ സ്ട്രിപ്പിൻ്റെയും ഷേപ്പ് നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ട്രിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് അവിടെ dv കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? പ്രഷറാണ് അല്ലേ, പ്രഷർ സൈഡാണ്. അപ്പോൾ രണ്ട് അറ്റവും പ്രഷർ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ പി എന്നും ലെങ്ത്ത് പി ആയിട്ടും അതുപോലെ വിഡ്ത്ത് dv ആയിട്ട് എടുക്കാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് പി dv ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് പി dv ആയിരിക്കും. ഇതുപോലെ ഓരോ സ്ട്രിപ്പിൻ്റെയും ഓരോ റെക്റ്റാങ്കുലർ സ്ട്രിപ്പിൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് അത് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഏരിയ അണ്ടർ ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഓരോ സ്ട്രിപ്പിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് സം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഇൻ്റഗ്രൽ പി dv എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റഗ്രൽ പി dv? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഡ്യൂറിങ് an isothermal process. അപ്പോൾ ഏരിയ അണ്ടർ an indicator diagram represents the work done during the process. അടുത്തതായിട്ട് ഐസോകോറിക് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വോളിയം എന്ന സ്റ്റേറ്റ് വാരിയബിൾ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണ്. വോളിയമാണ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ദ സ്റ്റേറ്റ് വാരിയബിൾസ് ഓഫ് ദ സിസ്റ്റം P1, V, T1 ആണ്. ആഫ്റ്റർ ദ തെർമോഡൈനമിക് പ്രോസസ് സ്റ്റേറ്റ് വാരിയബിൾസ് ചേഞ്ചസ് ടു P2, V ആൻഡ് T2. അപ്പോൾ ഇവിടെ V കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് ഈസ് എൻ ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഈ ഐസോകോറിക് പ്രോസസ്സ് എങ്ങനെ നടത്തും എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ എടുത്തിരിക്കുന്നത് മ്യൂ മോൾസ് ഓഫ് ഗ്യാസ് ഈസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ മൂവബിൾ പിസ്റ്റൺ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഇവിടെ മൂവബിൾ പിസ്റ്റൺ അല്ലാതെ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം സിലിണ്ടറാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ സെർട്ടൻ എമൗണ്ട് ഓഫ് ഗ്യാസ് എടുക്കുന്നു. ഈ ഗ്യാസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഡൺ എത്രയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വി നോ ദാറ്റ് ഫോർ എ സ്മോൾ വോളിയം ചേഞ്ച് ഡെൽറ്റ വി ദ സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ബട്ട് ഫോർ എൻ ഐസോകോറിക് പ്രോസസ് ദർ ഈസ് നോ ചേഞ്ച് ഫോർ ദി വോളിയം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു 0 വിച്ച് മീൻസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? No work is done by the system or on the system during an isocoric process. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഐസോകോറിക് പ്രോസസ്സിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഫസ്റ്റ് ലോ. ഹിയർ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് അവർ ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു? ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഇഫ് വി ഗിവ് ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ടു ദ സിസ്റ്റം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. ഇനി ഐസോകോറിക് പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. പ്രഷർ വൈ ആക്സിസിലും വോളിയം എക്സ് ആക്സിസിലും എടുത്തിട്ടുണ്ട്. വോളിയം ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് അല്ലേ. ഗ്രാഫിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് it is a straight line which is parallel to the pressure axis. ഈ ക്ലാസ്സിലൂടെ തെർമോഡൈനമിക് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് കണ്ടീഷനിൽ നടക്കുന്ന ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്, ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നപ്പോൾ ഐസോതെർമൽ പ്രോസസ്സും വോളിയം ത്രൂ ഔട്ട് ദ പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന പ്രോസസ്സ് ഐസോകോറിക് പ്രോസസ്സുമാണ്. ഇനി ഒരു ചെറിയ അസൈൻമെൻ്റാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് എക്സ്പ്രസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഇൻ എൻ ഐസോതെർമൽ പ്രോസസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. W ഈക്വൽ ടു 2.303 മ്യൂ ആർ ടി ലോഗ് V2 ഡിവൈഡഡ് ബൈ V1. ഇത് നമ്മൾ വോളിയത്തിൻ്റെ ടേംസിലാണ് നമുക്ക് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇത് നമുക്കിനി പ്രഷറിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. അതിനൊരു ഹിൻറ്റ് ഞാൻ തരാം. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ദറ്റ് ഈസ് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിന് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും? P1 V1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഫൈനൽ സ്റ്റേറ്റിനാണെങ്കിലോ P2 V2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് രണ്ടിലും സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V2 ബൈ V1നെ ഇക്വിവലൻ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? P1 ഡിവൈഡഡ് ബൈ P2 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളതെന്ത് ചെയ്യണം? V2 ബൈ V1ന് പകരം അവിടെ P1 ബൈ P2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും?
ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ നമുക്കവിടെ ലഭിക്കും. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം. അത് നിങ്ങളുടെ ഫിസിക്സ് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.